നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും പി എസ് സി റാങ്ക് മേക്കേഴ്സിൻ്റെ 5 മിനിറ്റ് ചലഞ്ച് നമ്പർ 38ലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, പി എസ് സി റാങ്ക് മേക്കർ എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന 50ാമത്തെ വീഡിയോ ആണ് ചലഞ്ച് നമ്പർ 38 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായി മാക്സിമം ഷെയർ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ ചലഞ്ച് നമ്പർ 38ലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറുതായി ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോകൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഇതിനു മുന്നേ ഉള്ള എല്ലാ ചലഞ്ചുകളും കറണ്ട് അഫയേഴ്സുകളും ക്വസ്റ്റ്യൻ പേപ്പർ റിസോൾവ് ചെയ്ത വീഡിയോകളും എല്ലാം നമ്മുടെ ചാനലിലുണ്ട്. അവയും കൂടി കണ്ടിരിക്കുന്നത് നിങ്ങളുടെ മാർക്കുകൾ ഇൻക്രീസ് ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചലഞ്ചിലേക്ക് കടക്കാം. ചലഞ്ചിൻ്റെ റൂൾ എന്ന് പറയുന്നത്, ഞാൻ ഈ ചലഞ്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾക്കൊപ്പമുള്ള ഓപ്ഷനുകളിൽ നിന്നും നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. അവസാനം ഞാൻ ഇതിൻ്റെ ആൻസറുകൾ പറയുന്നതായിരിക്കും. ആ ആൻസറും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആൻസറുമായി കമ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ മാർക്കുകൾ കിട്ടിയത് അവ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാമല്ലോ അല്ലേ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, പുകയില്ലാത്ത പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയമം മൂലം നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ആസാമാണോ, ഉത്തർപ്രദേശാണോ, പഞ്ചാബാണോ, ഹിമാചൽ പ്രദേശാണോ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ലീസ്റ്റ് പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്ട് ഇൻ ഇന്ത്യ 2011 സെൻസസ് പ്രകാരം ഏറ്റവും കുറവ് ആളുകൾ താമസിക്കുന്ന ജില്ല ഏതാണ്? ദിബാങ് വാലി ആണോ, ലാഹുൽ ആൻഡ് സ്പിതി ആണോ, അഞ്ച്വ ആണോ, ലേ ആണോ? മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, നമ്മുടെ ദേശീയ പതാക അഡോപ്റ്റ് ചെയ്ത വർഷം ഏതാണ്? 24 ജനുവരി 1950 ആണോ, 22 ജൂലൈ 1947 ആണോ, 26 നവംബർ 1949 ആണോ, 26 ജനുവരി 1950 ആണോ? അടുത്ത നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണയം കുറ്റകരമാണ് എന്നുള്ള ആക്ട് പാസാക്കിയ വർഷം ഏതാണ്? 1994 ആണോ, 1995 ആണോ, 1996 ആണോ, 1999 ആണോ? അടുത്ത അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ISO എന്ന് പറയുന്നൊരു വാക്ക് നമുക്ക് സുപരിചിതമായിരിക്കും. അതെന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷനാണ്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി മെഷർ ചെയ്യുന്നതിനുള്ള ഒരു യൂണിറ്റാണ്. ഓക്കെ, ഈ ISO എന്ന് പറയുന്ന വേർഡിൻ്റെ, ISO എന്ന് പറയുന്ന ഷോർട്ട് ഫോമിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ആണോ, ഇൻ്റർനാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഓർഗനൈസേഷൻസ് ആണോ, ഇൻ്റർനാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ ഫോർ ഇന്ത്യൻ സ്റ്റാൻഡർഡൈസേഷൻ ഫോർ ഓർഗനൈസേഷൻ ആണോ, അതോ ഈ മേളിൽ പറഞ്ഞ ഒന്നും അല്ലയോ? അതാണ് ക്വസ്റ്റ്യൻ. അടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നോ സ്പിൻ എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫി ആരുടേതാണ്? മുത്തയ്യ മുരളീധരൻ്റേതാണോ, അനിൽ കുംബ്ലയുടേതാണോ, ഷെയ്ൻ വോണിൻ്റേതാണോ, സയ്യിദ് അജ്മലിൻ്റേതാണോ? അടുത്ത നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കമ്പ്യൂട്ടറിൽ നിന്നും ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ ഒരു ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? ബ്ലൂടൂത്ത് ആണോ, NFC ആണോ, RFID ആണോ, ഈതർനെറ്റ് ആണോ? അടുത്ത നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇംഗ്ലീഷിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ദ മദർ ആസ് വെൽ ആസ് ഹർ 3 ചിൽഡ്രൻ ഡാഷ് ടേക്കൻ ടു ദ ഹോസ്പിറ്റൽ. വാസ് ടേക്കൻ ടു ദ ഹോസ്പിറ്റൽ ആണോ, വെയർ ടേക്കൻ ടു ദ ഹോസ്പിറ്റൽ ആണോ, ഹാവ് ബീൻ ടേക്കൻ ടു ദ ഹോസ്പിറ്റൽ ആണോ, വെയർ ബീങ് ടേക്കൻ ടു ദ ഹോസ്പിറ്റൽ ആണോ? അടുത്ത ഒമ്പതാമത്തെ ചോദ്യം എല്ലാ പരീക്ഷയ്ക്കും, മിക്കുള്ള പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ക്ലോക്കിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ചോദ്യം. ഇത് മിക്കുള്ളവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ഇട്ടതേ ഉള്ളൂ. ഇപ്പോൾ ക്ലോക്കിൽ കാണിക്കുന്ന സമയം 9:20 അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള ആംഗിൾ എന്ത് എന്നുള്ളതാണ് ചോദ്യം. അത് നിങ്ങളിന്ന് എഴുതി ചെയ്യുക. 120 ആണോ, 150 ആണോ, 160 ആണോ, 130 ആണോ? അടുത്ത 10ാമത്തെ ചോദ്യം മലയാളത്തിൽ നിന്ന് ഉള്ള ഒരു ചോദ്യമാണ്. അവഗീതൻ എന്ന് പറയുന്ന മലയാള പദത്തിൻ്റെ അർത്ഥം എന്താണ്? വിവരമില്ലാത്തവൻ എന്നാണോ, അഭിമാന ബോധം ഉള്ളവൻ എന്നാണോ, കഷ്ടപ്പാട് സഹിക്കുന്നവൻ എന്നാണോ, നിന്ദിക്കുന്നവൻ എന്നാണോ? അങ്ങനെ നമ്മുടെ 10 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ആൻസറുകൾ ഡിസ്കസ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ഞാൻ പറയുന്ന ആൻസറും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആൻസറുമായി കമ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ മാർക്കുകൾ കിട്ടിയത് അവ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ്? പുകയില്ലാത്ത പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം
നിയമം മൂലം നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം, ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ആസാമാണ് നിയമം മൂലം നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് ഞാൻ പറയുന്നത്. പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം ആദ്യമായി നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഓപ്ഷൻ നമ്പർ ഡി ആയി തന്നിരിക്കുന്ന ഹിമാചൽ പ്രദേശാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം ആദ്യമായി നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. അതേപോലെ ഇ സിഗരറ്റിന്റെ ഉപയോഗം ആദ്യമായി നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. ഇ സിഗരറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് നമ്മളെ ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു സിഗരറ്റാണ്. അതിൽ നിന്നും പുകയൊന്നും വരില്ല, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണത്. അതിൽ നിന്നും പുകയൊന്നും വരില്ല, പക്ഷേ ഒരു വേപ്പർ ആയിരിക്കും നമ്മൾ അകത്തോട്ട് എടുക്കുക. അത് ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, സ്മോക്ക് പോലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല, പക്ഷേ ഇത് കൺസ്യൂം ചെയ്യുന്ന ആൾക്ക് ക്യാൻസർ പോലെയുള്ള വലിയ വലിയ രോഗങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് ഈ സിഗരറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലും അത് ബാൻ ചെയ്തിട്ടുണ്ട്. കേരളം അത് ബാൻ ചെയ്ത 4ാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ്. ഓക്കെ, ഇനി നമ്മളുടെ പബ്ലിക് ഇവൻറ്റ്സിൽ ഫയർ ക്രാക്കറിൻ്റെ പടക്കങ്ങളുടെ ഉപയോഗം നിയമം മൂലം നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ഉത്തർപ്രദേശ് ഈ നിയമം കൊണ്ടുവന്നതിന് റീസൺ നമ്മുടെ കേരളത്തിലെ കൊല്ലം ജില്ലയിൽ നടന്ന ഒരു ഫയർ ക്രാക്കർ അപകടമാണ്. ഓക്കെ, നമ്മുടെ കൊല്ലം ജില്ലയിലെ പരവൂരിൽ പുറ്റിങ്ങൽ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ ഒരു അപകടം നടക്കുകയും ഒരുപാട് ആൾക്കാർ മരിക്കുകയും ചെയ്തു. ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഉത്തർപ്രദേശിൽ പബ്ലിക് ഈവൻറ്റ്സിൽ ഫയർ ക്രാക്കറിന്റെ ഉപയോഗം നിരോധിച്ച ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇനി ഒരു ചോദ്യം കൂടെ, ഓപ്ഷൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യവുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം. സ്വാമില്ലുകളുടെയും പ്ലൈവുഡ് ഇൻഡസ്ട്രീസിൻ്റെയും ഉപയോഗം നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. അപ്പം പ്ലൈവുഡിൻ്റെയും സ്വാമിലിൻ്റെയും ഉപയോഗം നിയമം മൂലം നിരോധിച്ച ആദ്യം ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പ്ലൈവുഡിൻ്റെ അല്ല, പ്ലൈവുഡ് ഇൻഡസ്ട്രീസിൻ്റെയും ഉപയോഗം ആദ്യമായി നിയമം മൂലം നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഓക്കെ, അടുത്ത നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ആളുകൾ താമസിക്കുന്ന ജില്ല ഏതാണ്? അത് ദിബാങ് വാലിയാണ്. ദിബാങ് വാലി എവിടെയാണെന്നറിയാവോ? അരുണാചൽ പ്രദേശാണ് ദിബാങ് വാലി ഉള്ളത്. 2011 സെൻസസ് പ്രകാരം 804 ആൾക്കാർ മാത്രമാണ് ദിബാങ് വാലിയിൽ താമസിക്കുന്നത്. ഇതിനകത്ത് ഓപ്ഷൻ നമ്പർ എയും സിയും, ഇതിനകത്ത് അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഏറ്റവും കുറഞ്ഞ പോപ്പുലേഷൻ ഉള്ള ഡിസ്ട്രിക്റ്റുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന 4 അതിൽ 1ാം സ്ഥാനം ദിബാങ് വാലിക്കും, 2ാം സ്ഥാനം ലാഹുൽ ആൻഡ് സ്പിതിക്കും, 3ാം സ്ഥാനം അഞ്ച്വ എന്ന് പറയുന്ന ജില്ലയ്ക്കും, 4ാം സ്ഥാനം ലേ എന്ന് പറയുന്ന ജില്ലയ്ക്കുമാണ്. ഓക്കെ, ആ ഓർഡറിൽ തന്നെയാണ് ഓപ്ഷൻ ഇട്ടിരിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ദിബാങ് വാലിയും അഞ്ച്വ എന്ന് പറയുന്ന ഈ 2 ജില്ലകളും അരുണാചൽ പ്രദേശിലുള്ള ജില്ലകൾ തന്നെയാണ്. ലാഹുൽ ആൻഡ് സ്പിതി ഹിമാചൽ പ്രദേശിലും, ലേ നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലും ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം ഓർക്കുക, ഏറ്റവും കുറഞ്ഞ പോപ്പുലേഷനുള്ള 5 ജില്ലകളിൽ 3 അരുണാചൽ പ്രദേശിലാണ്. അതിൽ 2 ജില്ലകൾ ദിബാങ് വാലിയും അഞ്ച്വയുമാണ്. 5ാമത്തെ ജില്ല അപ്പർ സിയാങ് ആണ്. ഓക്കെ, ഇനി ലീസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശ് തന്നെയാണ്. 1 സ്ക്വയർ കിലോമീറ്ററിൽ 17 ആൾക്കാർ മാത്രമാണ് അരുണാചൽ പ്രദേശിലുള്ളത്. ലീസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അടുത്തത് ലീസ്റ്റ് പോപ്പുലസ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് ആൾക്കാർ മാത്രമുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് സിക്കിമാണ്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉള്ള ഇന്ത്യൻ ജില്ല, ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ഇന്ത്യയിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയിലെ താനെയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വസിക്കുന്ന ഇന്ത്യൻ ജില്ല. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വസിക്കുന്ന ജില്ല ഏതാണ്? താനെ. ഓക്കെ, ഇനി ഹയസ്റ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഉള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അരുണാചൽ പ്രദേശിൽ തന്നെയാണ്. ഏറ്റവും കുറഞ്ഞ പോപ്പുലേഷൻ ഉള്ള ജില്ലയും അരുണാചൽ പ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്ന ഉള്ള ജില്ലയും അരുണാചൽ പ്രദേശിലാണ്. ആ ജില്ലയുടെ പേരാണ് കുറുങ്കുമെ എന്ന് പറയും. കുറുങ്കുമെ, KURUNG, കുറുങ്കുമെ, KUMEY. അവിടുത്തെ 2011 സെൻസസ് പ്രകാരം 111% ആണ് അവിടുത്തെ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 2001 സെൻസസിൽ അവിടെ 100 പേരുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ 211 ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഓക്കെ, ഇനിയുമായി അതുമായി ബന്ധപ്പെട്ട മറ്റു ചില വസ്തുതകൾ നെഗറ്റീവ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ലോവസ്റ്റ് പോപ്പുലേഷൻ റേറ്റ് ഗ്രോത്ത് കാണിച്ച ഒരു ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് നാഗാലാൻഡിലെ ലോങ് ലെങ് ഡിസ്ട്രിക്റ്റാണ്. ലോങ് ലെങ്, LONGLENG, ലോങ് ലെങ് ഡിസ്ട്രിക്റ്റിലാണ്.
നമുക്ക് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള ജില്ല നമുക്ക് എല്ലാവർക്കും അറിയാം മലപ്പുറമാണ്. 2ാം സ്ഥാനം തിരുവനന്തപുരത്തിനും 3ാം സ്ഥാനം കാസർഗോഡിനുമാണ്. ഏറ്റവും കുറഞ്ഞ പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ 1ാം സ്ഥാനം വയനാടിനും 2ാം സ്ഥാനം ഇടുക്കിക്കും 3ാം സ്ഥാനം കാസർഗോഡിനുമാണ്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചാൽ മതി. അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ദേശീയ പതാക കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്ത വർഷം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് 22 ജൂലൈ 1947 എന്നാണ്. 1947 ജൂലൈ 22 ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണത്. ഇനി നമ്മുടെ ഓപ്ഷനുകൾ ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു? 24 ജനുവരി 1950 നമ്മളുടെ നാഷണൽ ആന്തം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തത്. അപ്പം നമ്മുടെ നാഷണൽ ആന്തം അഡോപ്റ്റ് ചെയ്തത് എന്നാണ്? 1950 ജനുവരി 24. ഇനി 1949 നവംബർ 26 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 26 നവംബർ 1949. ഇനി നമ്മൾ റിപ്പബ്ലിക്കായ ദിവസം ഏതാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാണ്? 26 ജനുവരി 1950. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പഠിച്ചാൽ മതി. അടുത്തതെന്ന് പറഞ്ഞത് ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണയം നിയമം മൂലം നിരോധിച്ച ആക്ട് പാസ്സാക്കിയ വർഷം. അത് 1994 1994. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആക്ടിനൊരു പേരുണ്ട്, പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട് 1994 എന്നാണ് അതിൻ്റെ പേര്. അത് ഷോർട്ട് ഫോമിൽ PCPNDT ആക്ട് എന്ന് പറയും. എന്താണ് PCPNDT ആക്ട്? പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട് 1994. അതുമായി ബന്ധപ്പെട്ട് വേറെ ഇൻഫർമേഷനുകളൊന്നുമില്ല. അടുത്ത അഞ്ചാമത്തെ ചോദ്യം എന്തായിരുന്നു? ISOയുടെ ഫുൾ ഫോം എന്താണ്? ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. സാധാരണ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പോകുന്ന രീതി തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇവിടെ ISO എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ആണ്. IOS എന്ന് പറഞ്ഞ ഒരു രീതിയായിരിക്കും നമ്മൾ ഇതിനെ ഷോർട്ട് കട്ട് ചെയ്താൽ വരിക. അപ്പം ISOയുടെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ എന്നാണ് ISO. അത് തിരിഞ്ഞു പോരുത്, അതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. അത് ISO നിലവിൽ വന്നത് അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്ത വർഷം എന്ന് പറയുന്നത് 1947 ഫെബ്രുവരി മാസം 23 അപ്പോൾ ISO നിലവിൽ വന്നത് എന്നാണ്? 1947 ഫെബ്രുവരി മാസം 23 ലണ്ടനിലാണ് നിലവിൽ വന്നത്. യുണൈറ്റഡ് UK ലണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏത് നിലവിൽ വന്നത്? ISO എന്ന് പറയുന്ന ആ സ്റ്റാൻഡർഡൈസേഷൻ ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. അപ്പം അതിൻ്റെ ഫുൾ ഫോം മറക്കരുത്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ എന്നാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും കൂടെ പഠിച്ചു വയ്ക്കുക. ജനീവയാണ്, സ്വിറ്റ്സർലാൻഡിലുള്ള ജനീവയാണ് ISOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കണ്ടുവരുന്ന ISO സ്റ്റാൻഡേർഡ് ഏതാണ്? ISO 9001 അല്ലെങ്കിൽ ISO 14001 ആണ് സാധാരണയുള്ള ISO സ്റ്റാൻഡേർഡുകൾ എന്ന് പറയുന്നത്. ഈ 9001 ISO 9001 2015 വരെയാണ് ഇപ്പോൾ ഉള്ളത്. ആ ISO 9001 എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്ന കുറച്ച് ക്വാളിറ്റികൾ ഉണ്ടായിരിക്കും. ഇതിന് ഇത്ര പെർസെൻറ്റേജ് വേണം, ഇത് ഇത്ര പെർസെൻറ്റേജ് വേണം, ഇതിൻ്റെ ലിമിറ്റ് ഇതിൽ കൂടുതലാകാൻ പാടില്ല എന്നൊക്കെ നിഷ്കർഷിച്ചിട്ടുണ്ട് ISO. ഓക്കെ, അപ്പോൾ ആ ISO 9001 എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റവും ISO 14001 എന്ന് പറയുന്നത് എൻവയോൺമെന്റ് മാനേജ്മെന്റ് സിസ്റ്റവുമാണ്. EMS-ഉം QMS എന്നും നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും. ഓക്കെ, അപ്പം 14001 എന്താണ്? എൻവയോൺമെന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഇപ്പോൾ ഡീപ്പായിട്ട് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ വരുന്നത്. ഇത് നമ്മുടെ സ്റ്റേറ്റ് PSCയിലല്ല, മറ്റൊരു PSCയിൽ ചോദിച്ച ഒരു ചോദ്യവും ആണ്. അടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നോ സ്പിൻ എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫി ആരുടേതാണ്? അത് ഷെയ്ൻ വോണിൻ്റെതാണ്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിൻ്റെതാണ് നോ സ്പിൻ എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫി. ഇനി നമ്മുടെ കുറച്ച് പ്ലെയറുകളും അവരുടെ അവരുടെ പുസ്തകങ്ങളും, ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങളൊന്നും നോക്കാം. എല്ലാ ക്രിക്കറ്റ് പ്ലെയേഴ്സാണ്, അവരുടെ ഫേമസ് പുസ്തകങ്ങളൊന്നും നോക്കാം. വൈഡ് ആംഗിൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് നമ്മുടെ ഇന്ത്യൻ സ്പിന്നറായിരുന്ന അനിൽ കുംബ്ലെയാണ്. 281 ആൻഡ് ബിയോണ്ട് എന്ന് പറയുന്ന പുസ്തകം VVS ലക്ഷ്മണൻ്റെതാണ്. എന്താണ് പുസ്തകം? 281 ആൻഡ് ബിയോണ്ട് എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ്? VVS ലക്ഷ്മണൻ്റെതാണ്. ഡിക്ലെയർഡ് എന്ന് പറയുന്ന പുസ്തകം ബ്രണ്ടം മക്കല്ലത്തിൻ്റെതാണ്. ബ്രണ്ടം മക്കല്ലത്തിൻ്റെ ബുക്കാണ് എന്ന് പറയുന്നത് ഡിക്ലെയർഡ് എന്ന് പറയുന്നത്. പ്ലേയിങ് ഇറ്റ് മൈ വേ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സച്ചിൻ്റെ പുസ്തകമാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന് പറയുന്നത്. അതേപോലെ എ സെഞ്ചുറി ഈസ് നോട്ട് എനഫ് എന്ന് പറയുന്നത് നമ്മുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റനായിരുന്ന ദാദയായിരുന്ന സൗരവ് ഗാംഗുലിയുടെ പുസ്തകമാണ് എ സെഞ്ചുറി ഈസ് നോട്ട് എനഫ് എന്ന് പറയുന്നത്. അടുത്ത 6 മിഷൻ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്.
ഐ ഡോണ്ട് ലൈക്ക് ക്രിക്കറ്റ്, ഐ ലവ് ഇറ്റ് എന്ന് പറയുന്ന പുസ്തകം ക്രിസ് ഗെയിലിൻ്റെതാണ്. ക്രിസ് ഗെയിലിൻ്റെ പുസ്തകം ഏതാണ്? സിക്സ് മിഷൻ. ഐ ഡോണ്ട് ലൈക്ക് ക്രിക്കറ്റ്, ഐ ലവ് ഇറ്റ് എന്ന് പറയുന്ന പുസ്തകം ക്രിസ് ഗെയിലിൻ്റെതാണ്. ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഫ്രം ക്രിക്കറ്റ് ടു ക്യാൻസർ ആൻഡ് ബാക്ക് എന്ന് പറയുന്നത് യുവരാജ് സിംഗിൻ്റെ പുസ്തകമാണ്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പഴയ പുസ്തകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം സണ്ണി ഡേയ്സ് എന്നൊക്കെ പറഞ്ഞ പുസ്തകം, അങ്ങനെയുള്ള പുസ്തകമൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച് PSC തന്നെ മടുത്ത പുസ്തകങ്ങളാണ്. ഇനി നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഇങ്ങനെയുള്ള കുറച്ച് പുസ്തകങ്ങൾ പഠിച്ചു വെക്കുക. അടുത്ത നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 7ാമത്തെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്? താഴെ തന്നിരിക്കുന്നവയിൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ഈതർനെറ്റ് ആണ്. ഓക്കെ, ബാക്കി എല്ലാം വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന, സാധാരണ മൊബൈൽ ഉപയോഗിക്കുന്നതും ആയിട്ടുള്ള ഡിവൈസുകളാണ് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം. ഈ NFC എന്ന് പറയുന്ന ചില മൊബൈലിലൊക്കെ ഉണ്ട് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഓക്കെ, ഏതാണ് NFC എന്ന് പറയുന്നത്? RFID എന്ന് പറഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ എന്ന് പറയും. ഏതാണ്? RFID, റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ. ഇത് കൂടുതലായിട്ട് നമ്മുടെ ഈ സ്വൈപ്പ് കാർഡുകളുണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ID കാർഡുകൾ പോലെ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് വെച്ചിരിക്കും, അത് സ്വൈപ്പ് ചെയ്താൽ മാത്രം ഡോർ ഓപ്പൺ ആവുന്ന ഡിവൈസുകളുണ്ട്. അതിലാണ് ഇതിന്റെ പ്രധാന ആപ്ലിക്കേഷൻ. ഏതാണ്? RFID-യുടെ. ഓക്കെ, പിന്നെ ഇൻഫർമേഷനുകൾ സ്റ്റോർ ചെയ്യാനും ഡേറ്റ റിട്രീവ് ചെയ്യാനും എല്ലാം നമ്മൾ RFID-കൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഈതർനെറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ ഫാസ്റ്റ് ആൻഡ് റിലയബിൾ കമ്മ്യൂണിക്കേഷൻ. വൈഫൈ ഉപയോഗിച്ചാൽ ചിലപ്പോൾ നമ്മുടെ സിഗ്നൽസ് എല്ലാം ഇൻട്രപ്റ്റ് ആവാനുള്ള ചാൻസ് ചെറുതായിട്ടെങ്കിലും ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ വയേർഡ് ഡിവൈസായ ഈതർനെറ്റുകൾ പോലെയാണ് സാധാരണ നമ്മുടെ വലിയ വലിയ കമ്പനിയിലും നമ്മുടെ സർക്കാർ ഓഫീസുകളിലുമൊക്കെ ഉപയോഗിക്കാറുള്ളത്. അത് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫാസ്റ്റ്, എഫിഷ്യൻ്റ് ആൻഡ് റിലയബിൾ കമ്മ്യൂണിക്കേഷനാണ് ഈ വയേർഡ് ആയിട്ടുള്ള ഈ ഈതർനെറ്റ് പോലെയുള്ള നമ്മുടെ നെറ്റ്വർക്കുകൾ തരുന്നത്. ഓക്കെ, ഇനി വയർലെസ് ആയിട്ടുള്ള ബാക്കി ഡിവൈസുകളാണ്. ഇപ്പോൾ വൈമാക്സ് ഉണ്ട്, വൈഫൈ ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്. അതൊക്കെയെന്ന് പറയുന്നത് എന്താണ്? വയർലെസ് ആയിട്ടുള്ള മറ്റ് ഡിവൈസുകളാണ്. വയേർഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ട്, USB ഉണ്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വയേർഡ് ആയിട്ടുള്ള ഡിവൈസുകൾക്ക് എക്സാമ്പിളാണ്. ഓക്കെ, അടുത്ത നമ്മുടെ 8ാമത്തെ ചോദ്യം എന്തായിരുന്നു? ദ മദർ ആസ് വെൽ ആസ് ഹർ 3 children ഡാഷ് ടേക്കൻ ടു ദ ഹോസ്പിറ്റൽ. അത് വാസ് ആണ് വരുന്നത്. ഈ ആസ്വലാസിന്റെ ഉപയോഗം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ആസ്വലാസ് പ്രയോഗിക്കുമ്പോൾ അതിനുശേഷം അതിനു മുമ്പേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വലാസിന് തൊട്ടു മുന്നേ ഏത് നൗണാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നോക്കുക. ആ നൗണിനനുസരിച്ചിട്ടാണ് നമ്മൾ പിന്നെ വെർബ് എഴുതേണ്ടത്. ഓക്കെ, ഇപ്പം ഈ ക്വസ്റ്റ്യനിൽ ആസ്വലാസിന് മുമ്പ് ദ മദർ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ്. സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് വാസ് എന്ന് പറഞ്ഞ് എഴുതാം. ദ മദർ ആസ് വെൽ ആസ് ഹർ 3 children എന്നുണ്ടെങ്കിലും ആ 3 children അവിടെ നമ്മൾ ആസ് വെൽ ആസിന്റെ കേസിൽ നോക്കില്ല. ആസ് വെൽ ആസിന് തൊട്ട് മുന്നേ എന്താണ് ഉള്ളത് ആ നൗൺ മാത്രമാണ് എടുക്കുക. ദ മദർ എന്നായതുകൊണ്ട് മദർ സിംഗുലർ ആണ്, അതുകൊണ്ട് നമ്മൾ വാസ് ഉപയോഗിക്കും. ഇനി നമുക്ക് ക്ലോക്കിന്റെ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ് ഉണ്ടായിരുന്നത്. അത് വളരെ സിമ്പിളാണ്. ഒരു ഫോർമുല അത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നാലും ഇതുമായി ബന്ധപ്പെട്ട ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇതിങ്ങനെയാണ്. ആ ഫോർമുല എന്ന് പറയുന്നത് 30h - 11m/2. അവിടെ H എന്ന് പറയുന്നത് അവറിനെയും M എന്ന് പറയുന്നത് മിനിറ്റിനെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ആ ഫോർമുല ഒന്നുകൂടെ പറയാം. 30h - 11m/2 എന്നുള്ളതാണ് ഫോർമുല. അപ്പോൾ നമ്മുടെ ഈ കേസിൽ എന്തായിരുന്നു? 9:20 ആയിരുന്നു സമയം. അപ്പോൾ നമ്മൾ ആ ഫോർമുലയിൽ ഈ ഡേറ്റ സപ്ലൈ ചെയ്ത് കൊടുക്കുക. 30 ഇൻറ്റു അവർ എത്ര മണിക്കൂറാണ്? 9 മണിക്കൂറാണ്. അപ്പോൾ 9 ഇടുക. -11 ഇൻറ്റു എത്ര മിനിറ്റ് ആണ്? 20 മിനിറ്റ് ആണ്. അപ്പോൾ 20 ഇട്ട് കൊടുക്കുക. ആൻസർ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് 160 എന്ന് വരും. അതാണ് നമ്മുടെ ഓപ്ഷൻ നമ്പർ C ആയ 160 ഓപ്ഷൻ. ഇനിയിപ്പം നമ്മളുടെ വേറൊരു ചോദ്യം വരാം. ഇപ്പോൾ നെഗറ്റീവ് വന്നുകൂടെ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ആ എക്സാമ്പിളാണ് ഞാൻ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. 9:20 പകരം 2:20 വന്നിരുന്നെങ്കിൽ ആ ഡേറ്റ സപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -50 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 60 - 110 എന്ന് പറയും. അത് സോൾവ് ചെയ്യുമ്പോൾ -50 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്തെഴുതണമെന്നൊരു കൺഫ്യൂഷൻ വരണ്ട. ആ നെഗറ്റീവ് സിമ്പിൾ കളഞ്ഞിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് സിമ്പിൾ കളഞ്ഞിട്ട് അങ്ങ് എഴുതിയാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ആ ഫോമുല ഒന്ന് തിരിച്ചാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ ആ ഫോമുല ഒന്ന് തിരിക്കുക. 11m/2 - 30h എന്നാക്കുക. അപ്പോഴത്തേക്ക് അത് കൃത്യമായി വന്നോളും. ഓക്കെ, അപ്പം ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ 30h എന്ന് പറയുന്നത് 11m/2 ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ മാത്രം ആദ്യത്തെ ഫോമുല എഴുതുക. 30h എന്ന് പറയുന്നത് 11m/2 ലെസ് ആണെങ്കിൽ രണ്ടാമത് പറഞ്ഞ ഫോമുല യൂസ് ചെയ്യുക. ഇത് യൂസ് ചെയ്തതിലും പ്രശ്നമൊന്നുമില്ല. ആ നെഗറ്റീവ് കളഞ്ഞിട്ട് നിങ്ങളങ്ങ് ആൻസർ എഴുതിയാൽ മതി. അതിലൊരു പ്രശ്നവും വരാനില്ല. അടുത്ത 10ാമത്തെ ചോദ്യം എന്തായിരുന്നു? അവഗീതൻ എന്ന് പറയുന്ന മലയാളം പദത്തിന്റെ അർത്ഥം എന്താണ്? അവഗീതൻ എന്ന് പറയുന്ന മലയാളം പദത്തിന്റെ അർത്ഥം നിന്ദിക്കുന്നവൻ എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 10 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്കിൽ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ എത്രയായാലും അവ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി മാക്സിമം ഷെയർ ചെയ്യുക.
അപ്പോൾ ഇത്രയും നേരം PSC റാങ്ക് മേക്കേഴ്സിൻ്റെ 5 മിനിറ്റ് ചലഞ്ച് നമ്പർ 38 അറ്റൻഡ് ചെയ്ത എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.